ഇന്ത്യ US വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മുൻപേ തന്നെ റഷ്യയുടെ അസംസ്കൃത എണ്ണ പ്രധാനമായും യൂറോപ്പിലേക്കും ചൈനയിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനെ പോലും വകവയ്ക്കാതെയുള്ള ഒരു കുതിച്ചുചാട്ടമാണ് എണ്ണ വ്യാപാരത്തിൽ കണക്കാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, ദക്ഷിണ അമേരിക്ക എന്നിവ ഉൾപ്പെടെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ത്യ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. 2021-22 മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ 80% മുൻനിര 6 രാജ്യങ്ങളാണ് നടത്തിയത്. റഷ്യയിൽ നിന്നുള്ള കയറ്റുമതിയും അത് കുറവായിരുന്നു. യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് കിങ്ഡം, യൂറോപ്യൻ യൂണിയൻ അതുപോലെ US എന്നിവ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം റഷ്യയ്ക്ക് മേൽ വലിയ പരിധി ഏർപ്പെടുത്തിയതോടുകൂടി തന്നെ ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നതും. ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ വർദ്ധിച്ച അളവ് എന്നേക്കുമായി തന്നെ നിലനിൽക്കല്ല എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ വിപണിയിലെ ഏതെങ്കിലും അസ്ഥിരമായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ റിഫൈനറി ആവശ്യകത ഉറപ്പാക്കുന്നതിന് പൊതുമേഖല എണ്ണ ശുദ്ധീകരണ ശാലകൾ മറ്റ് വിതരണക്കാരുമായും പ്രദേശങ്ങളുമായും സ്ഥിരവും അതുപോലെ തന്നെ ഓപ്ഷണലുമായ ഒരു കരാറിലേക്ക് ഏർപ്പെടുത്തുന്നെങ്കിലും അത് തുടരുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മുൻപേ തന്നെ റഷ്യയുടെ അസംസ്കൃത എണ്ണ പ്രധാനമായും യൂറോപ്പിലേക്കും അതുപോലെ ചൈനയിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു. സംഘർഷവും അതിന്റെ ഫലമുണ്ടായ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ മേലുള്ള ഉപരോധങ്ങളും ആകർഷകമായ കഴിവുകൾ കാരണം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയെക്കുറിച്ചുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ എണ്ണ മന്ത്രാലയം ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് സമിതിയുടെ ശുപാർശയെക്കുറിച്ച് പാർലമെന്റിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രാലയം. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ കമ്മിറ്റി അഭിനന്ദിക്കുകയും അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ മനസ്സിൽ സൂക്ഷിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് വലുതാക്കുക, അസംസ്കൃത എണ്ണയുടെ ഉറവിടങ്ങളും അതുപോലെ അതിന്റെ തരങ്ങളും ഒക്കെ തന്നെ വൈവിധ്യവൽക്കരിക്കുക, ന്യായമായ വിലക്ക് ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിന് അസംസ്കൃത എണ്ണയുടെ വില നിർണ്ണയത്തിൽ അത് പരിപോഷിപ്പിക്കുക, അത് നടപ്പിലാക്കുക എന്നിവയുൾപ്പെടെ തന്നെ അസംസ്കൃത എണ്ണ ഇറക്കുമതി സംബന്ധിച്ച നയത്തിന്റെ മൊത്തത്തിലുള്ള അവലോകനം ഈ ഒരു കമ്മിറ്റി നേരത്തെ തന്നെ ശുപാർശ ചെയ്തിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.